ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് എന്താ വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോറക്കഞ്ഞിയാണ്. മധുരമുള്ളതും ഉപ്പിട്ടതും മോരൊഴിച്ചതും രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. നല്ല സൂപ്പറായിട്ടുള്ള ഇതുണ്ടോ, ഹെൽത്തി, നല്ല തണുപ്പ്, ദേഹത്തിന് നല്ല ഉന്മേഷം കിട്ടുന്ന കഞ്ഞിയാണ് കോറക്കഞ്ഞി. നമുക്ക് വേറെ പൊടി കടയിൽ നിന്ന് വാങ്ങിയതായാലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിന്ന് അരച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അരച്ചത് ഞാൻ കാണിക്കണില്ല, അത് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. കൂള എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇതിലൊരു പാത്രം കോറ എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ രാത്രി ആകുമ്പോൾ കുതിർത്തി വെച്ചു. രാവിലെ ഇതിന് ഇങ്ങനെ അരച്ചതിൻ്റെ പാലൊക്കെ എടുത്തു. അരിപ്പയിലൊക്കെ അരിച്ചിട്ട് നല്ലതുപോലെ അരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഈ അരിപ്പയിൽ ചായ അരിപ്പ അതിൽ വെച്ച് അരിച്ചിട്ട് എടുത്തതാണ് ഇത്. അതിൻ്റെ പാലാണ്. അപ്പോൾ ഞാനത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമുക്ക് ഇന്നൊരു ദിവസം ഞാനത് എങ്ങനെ അരയ്ക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഞ്ഞിയായിട്ട് നമുക്കാക്കാം, അല്ലെങ്കിൽ തമിഴിൽ കൂള് പറയും. അപ്പോൾ കഞ്ഞി മാരിയിട്ട് നമുക്ക് കുടിക്കാം. വെയിൽ കാലത്തൊക്കെ നമുക്ക് നല്ലതാണ്. ഇങ്ങനെ ഷുഗറുള്ളവർക്കൊക്കെ നല്ലതാണ്. ഇതിൽ മധുരം ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഷുഗറോ അല്ലെങ്കിൽ ചക്കരയൊക്കെ ഇട്ട്, ചക്കരയൊക്കെ ഇല്ല, ചക്കര അതൊക്കെ ഇട്ടിട്ട് പനകൽക്കണ്ട് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് വെക്കാം. അപ്പം ഞാനിത് കഞ്ഞി വെക്കാൻ പോവുകയാണ്. കഞ്ഞിയും വെക്കാം. അതിന് നമുക്ക് കുറച്ച് മാറ്റിയ ശേഷം നമുക്ക് അതിൽ ഇത്തിരി മധുരം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്, ഗ്യാസ് കത്തിച്ചു. കുറച്ച് ചൂടുവെള്ളം ചൂടാകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മളിത് ഇങ്ങനെ കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ അത് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം വെച്ചിട്ട് നല്ല ലൂസായിട്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. അപ്പം ഈ വെള്ളം ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ അരച്ച കോറമാവില്ലേ, അതിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതങ്ങനെ ഒഴിക്കുന്നുണ്ട്. പകുതി കുറച്ച് മധുരം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ച ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. ഒരു കട്ടിയാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണം. നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും. വലിയ പേരൊക്കെ ആകുമ്പോൾ കുറച്ച് ഉപ്പും തൈരും അതൊക്കെ ഒഴിച്ചിട്ട് കഞ്ഞിയാക്കി കൊടുക്കാം. കുട്ടികൾക്ക് കുറച്ച് മധുരം ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കാം. നമ്മൾ ചെറിയ കുട്ടികൾക്ക് കൂളുണ്ടാക്കി കൊടുക്കില്ലേ, അതന്നെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കൂളാണ് കഞ്ഞി. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷെ കളറൊക്കെ ഇങ്ങനെ മാറിയിട്ട് നല്ല കാണാൻ തന്നെ നന്നായിട്ടുണ്ടാകും. ഇത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. വേണ്ടല്ലേ, കട്ടിയാവാൻ തുടങ്ങി, അത് വേകാൻ തുടങ്ങി. നമുക്ക് കോറപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ കോറപ്പൊടിയിൽ നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഇതാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ അരച്ച് ഉണ്ടാക്കുന്നത് നന്നായിട്ടുണ്ടാവും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് അത് തോലോടുകൂടെ അരിഞ്ഞതായിരിക്കും. അതും കുഴപ്പമില്ല. കുട്ടികൾക്കാകുമ്പോൾ അത് വയറുവേദന വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇട്ടിട്ട് നമ്മൾ രാത്രി ഇട്ട് വെച്ചാൽ രാവിലെ അരയ്ക്കുക. രാവിലെ നേരത്തെ ഒരു ഗ്ലാസ് കുടിച്ചാൽ സൂപ്പറായിട്ടുണ്ടാകും. നമ്മുടെ ദേഹം ഉഷാറാവും, ഹെൽത്തി ആവും, നല്ല ഉന്മേഷം കിട്ടും. ഇതുണ്ടോ, അങ്ങനെ കുറുകി വരും. കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അരച്ച് നല്ലോണം നമ്മൾ കോറ അരിപ്പിയിലൊക്കെ അരയ്ക്കാണ്ടിരുന്ന ആ തോലൊക്കെ ഉണ്ടാവും. തോല് കുട്ടികൾക്ക് കൊടുത്താൽ വയറുവേദനയ്ക്ക്. അങ്ങനെ ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ചിട്ടാൽ മതി. പകുതി ഞാൻ മധുരം ഇടുന്നുണ്ട്, ആ കാരണം കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കഞ്ഞി ആക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് നല്ലതുപോലെ തിളക്കട്ടെ.
തിളച്ചാലേ അത് നന്നായിട്ട് വേവുള്ളൂ മാവ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതാണ്ടില്ലേ നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങും. കുറുകി വന്നിട്ടുണ്ട്, വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് കുറച്ച് പാത്രത്തേക്ക് മാറ്റി വയ്ക്കാം. പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പിന്നെ മധുരം ഇട്ട് കൊടുക്കണ്ടേ. മധുരം ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പനങ്കൽക്കണ്ട് പൊടിച്ച് വെച്ചതാണ്. ഇതാണ്ടോ പനങ്കൽക്കണ്ട്, ഞാനിത് പൊടിച്ചിട്ട് വെച്ചതാണ്. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. ഇതാ പനങ്കൽക്കണ്ടാണത്. ഇത് ഞാൻ പൊടിച്ച് വെച്ചതാണ്. അപ്പം നമുക്ക് എത്ര മധുരം വേണ്ടേ വെച്ചാൽ അതിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ആ വെല്ലം മധുരം ഒന്ന് കറക്റ്റാക്കുക, ഒന്ന് തിളപ്പിക്കുക. ഇതാ എന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ഏലക്കായൻ്റെ പൊടി, ചുക്കിൻ്റെ പൊടിയൊക്കെ ഇടാം. കുട്ടിക്ക് ചുക്കിൻ്റെ പൊടി, ഏലക്കായൻ്റെ പൊടിയൊന്നും കുട്ടി കുടിക്കില്ല. അപ്പോൾ അത് ഈ സമയത്ത് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അണ്ടിപ്പരിപ്പോ പിന്നെ ബദാം ഒക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇതാ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. തിളപ്പിച്ച വെച്ച പാലാണ്, പച്ചപ്പാൽ ഒഴിക്കരുത്. നമുക്ക് തിളപ്പിച്ച് വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്താ 1 ഗ്ലാസ് പാൽ ഒഴിച്ചു. എന്നിട്ട് ഇത് ഓഫാക്കി വയ്ക്കാം. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇതുണ്ടോ കോറ, മധുരം ഇട്ട കോറക്കഞ്ഞി. ഇനി നമുക്ക് വേറെ ഉപ്പിട്ടത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് വേറെ ഞാൻ മാറ്റി വെച്ച കഞ്ഞിയില്ലേ അതാ. അപ്പം അത് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പല്ലേ അതിലിട്ടിട്ടുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമില്ല ഉപ്പിട്ട് കൊടുക്കാം. നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ കുടിച്ചാൽ നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടും, ഒരു ഉന്മേഷം കിട്ടും. അപ്പം അതിന് കുറച്ച് മോരെടുത്ത് വെച്ചിട്ടുണ്ട്. മോരാക്കുക. കട്ടി തൈരാണെങ്കിൽ അങ്ങനെ ഒരുപാട് പുളിയില്ലാത്ത മോരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ലൂസായിട്ടാണ് അത് കുടിക്കുക. അപ്പോൾ അതിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ് മോരൊഴിച്ചു കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കിയ ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ്സിൽ മോരൊഴിച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നല്ല തണുപ്പ് കിട്ടും ദേഹത്തിന്. ഇനി നമുക്ക് പാലൊഴിച്ച് കഞ്ഞി ഒഴിച്ചു കൊടുക്കാം, മധുരമുള്ളത്. ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതില്ല അണ്ടിപ്പരിപ്പ്, ബദാം എല്ലാം ഇട്ട് കൊടുക്കാം. സൂപ്പറായിട്ടുണ്ടാകും. ഇതൊന്ന് ആറിയ ശേഷം നമുക്ക് കുടിക്കാം. ചൂട്ടോടെ കുടിക്കുക, അല്ലെങ്കിൽ ആറിയ ശേഷം നമുക്ക് കുടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കി കുടിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും ബൈ.